നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത്. അങ്ങനെ നാളത്തെ കഥയില് കൃഷ്ണമംഗലംകാരുടെ മുന്നില് ബാലൻ ആ സത്യങ്ങളൊക്കെ തുറന്നു പറയണം. അലോക് ചെയ്ത ചതി എന്താന്നുള്ള കാര്യം അലോകിനാണ് എന്ത് ചെയ്യണമെന്നറിയില്ല. ഒടുവില് അലോകിന് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് അലോക് ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തർക്കിക്കുകയാണ്. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, നീ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ദേവമല ക്ഷേത്രത്തിലെ മാനേജറെ വിളിക്കാം, മാനേജറോട് സംസാരിക്കാം. എന്താന്ന് ചോദിച്ചു. അലോകിന്റെ വായിക്കാത്ത നാക്കില്ല. അലോക് ഉത്തരം മുട്ടി നിൽക്കുകയാണ്. അപ്പോഴേക്കും അനന്തം ചോദിച്ചു, എന്താ അലോകെ, എന്തായി കേട്ടാ, സത്യമാണോന്ന് ചോദിച്ചു. അത് പിന്നെ വല്യച്ച ഞാന്. ഇത് കേട്ടതും ഒട്ടും സഹിച്ചില്ല ഇന്ദിരാമയ്ക്ക്. ഇന്ദിരാമ വന്നിട്ട് അലോകിന്റെ കാരണം തീർത്തൊന്ന് പൊട്ടിക്കുകയാണ്. എടാ, ആ നിൽക്കുന്ന ആരാന്നറിയോ? നിന്റെ അപ്പച്ചിയാ, നിന്റെ അച്ഛന്റെ പെങ്ങള്. അവളെയാണോടാ നീ കൊല്ലാൻ നോക്കിയത്? അതിന് മാത്രം എന്ത് തെറ്റാണ് അവള് നിന്നോട് ചെയ്തേന്ന് ചോദിച്ചു. ഇത് കേട്ടതും അച്ഛനും പറഞ്ഞു, അമ്മേ അത് പിന്നെ അലോകിന് എന്തേലും അബദ്ധം. മിണ്ടരുക നീ, ഒരക്ഷരം പോലും മിണ്ടിയേക്കരുത്. രാജശ്രീയുടെ മുഖമൊക്കെ അങ്ങോട്ട് വല്ലാതായി. രാജശ്രീക്കും അറിയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ. ആ സമയം നന്ദിത പറഞ്ഞു, എന്നാലും ഇത് വേണ്ടായിരുന്നു അലോകെ. നീ എത്ര വലിയ ചതിയെ ചെയ്തേ, നീ എന്തോ ക്രൂരതയെ ചെയ്യാനായിട്ട് ഒരുമ്പട്ടെ. ബാലൻ പറഞ്ഞു, എന്റെ ഗോമതിക്ക് എന്തേലും പറ്റിയായിരുന്നെങ്കിൽ കൃഷ്ണമംഗലത്ത് ഒന്നിനെ ഞാൻ വെറുതെ വിടില്ലായിരുന്നു. നിസ്സാര കളിയല്ലത്. ആ സമയത്ത് ആര്യം പറഞ്ഞു, അതിനുള്ള ശിക്ഷ കൊടുത്തിട്ടുണ്ട് അലോകിനിട്ട്. എന്റെ അമ്മയുടെ ദേഹത്ത് ഒരു നുള്ളും മണ്ണ് വാരിയിട്ടാ ഞങ്ങൾ സഹിക്കില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അനന്തം പറഞ്ഞു, ദേ അലോകെ, നീ അത് ചെയ്താണോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അലോകിനാണ് വല്ലാത്തൊരു വിഷമായി. അനന്തം പറഞ്ഞു, എന്താണെങ്കിലും നീ ഇത്രയ്ക്ക് ക്രൂരം ചെയ്യുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. എന്നിട്ടാണ്ട നീ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് എന്നൊക്കെ ചോദിക്കുകയാണ്. ഇന്ദിരാമ്മ പറഞ്ഞു, എടാ, നീ ചെയ്ത ക്രൂരതയ്ക്ക് ഇതല്ല ചെയ്യേണ്ടിയിരുന്നേ. രണ്ടെണ്ണം നിനക്കിട്ട് കിട്ടണമായിരുന്നു. എന്നിട്ട് നീ എന്താടാ പറഞ്ഞേ, ഒന്നും ചെയ്തില്ലാന്ന്. ഇത് കേട്ടതും ഗോമതി പറഞ്ഞു, ഇത്രയൊക്കെ ഞങ്ങൾ സഹിച്ചു ക്ഷമിച്ചു മുന്നോട്ട് പോയി ഇത്രയും കാലം. പക്ഷെ ഇനി അത് ഉണ്ടാവത്തില്ലമ്മേ. എന്റെ ജീവൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്റെ ബാലേട്ടനും എന്റെ മക്കളും വെറുതെ ഇരിക്കും തോന്നുന്നുണ്ട് അമ്മയ്ക്ക്. ഒരു കാരണവശാലും ഇല്ല. എന്നിട്ട് ഇവൻ നാണമില്ലാതെ വീണ്ടും വന്നിരിക്കുന്ന കണ്ടില്ലേ. ആ സമയത്ത് ബാലൻ പറഞ്ഞു, നിന്നെ ഞങ്ങളുടെ കൺമുന്നിൽ പോലും കണ്ടുപോയേക്കരുത്. പോടാ അവിടെ നിന്നൊക്കെ പറയണം. ഇനി നീ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കാരണത്ത് ഞാൻ അടിക്കൂന്ന് പറഞ്ഞു. ആര്യം പറഞ്ഞു, അതെ, നിന്നെ കൊല്ലാതെ വിട്ടത് മാമൻ വന്ന് പറഞ്ഞുകൊണ്ട് മാത്രം, അല്ലായിരുന്നു നിന്നെ ഞങ്ങൾ തീർത്താനം. കുറെ കാലമായി നീ ഞങ്ങളുടെ കുടുംബത്തിൽ കയറി കളിക്കുന്നേ. ഇന്ന് തീരും നാളെ തീരും നോർത്തി ഞങ്ങള് വെറുതെ വിടുക. പക്ഷേങ്കില് ഇനി അങ്ങനെ ആണെങ്കിൽ ഭാവമെങ്കില് നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു. ഒടുവില് അലോകനെ വിളിച്ചോണ്ട് രാജശ്രീക്ക് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് അനുശ്രീ മാത്രം അവരോടൊപ്പം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അനുശ്രീ ഈ കാര്യങ്ങളിട്ട് അറിഞ്ഞതും ഉണ്ടായിരുന്നില്ല. പിന്നീട് അകത്തേക്ക് കയറി വന്നു ഗോമതിയും ബാലനും എല്ലാരും കൂടെ. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, അമ്മേ, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. ബാലൻ പറഞ്ഞു, പോട്ടേടാ, എന്താണല്ലോ അവനിട്ട് കൊടുക്കാനുള്ള കൊടുത്തല്ലോ. മീനാക്ഷി പറഞ്ഞു, അതെങ്ങനെ ശരിയാവും അച്ഛാ? അവൻ ചെയ്ത ചെറിയ കാര്യമാണോ? കൊലപാതക കുറ്റം അവൻ ചെയ്ത് അറിയാലോ. അങ്ങനെയാണെങ്കിൽ അവനിട്ടുള്ള പണി കൊടുക്കണ്ടേ? ശരിക്കും പോലീസ് കംപ്ലൈന്റ് കൊടുക്കണം. ആ ആണി കയറിയ സമയത്ത് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിലോ, അമ്മ ഹോമകുണ്ടത്തിലേക്ക് വീണായിരുന്നെങ്കിലോ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ നമ്മൾ നെഞ്ചത്തടിച്ച് നിലവിളിച്ചിട്ട് കാര്യമുണ്ടോ? അത് കേട്ടതും ഹനന്ത് പറഞ്ഞു, അതെ. മീനാക്ഷി പറഞ്ഞു, 100% ശരിയായിട്ടുള്ള കാര്യമാന്ന് പറഞ്ഞു. പെട്ടെന്ന് ഗോമതി പറഞ്ഞു, പോട്ടെ, ഈ തവണത്തേക്ക് ക്ഷമിക്കാം. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകത്തില്ലെന്ന് വിചാരിക്കാം. അമ്മേ, നമ്മൾ ഇങ്ങനെ അവർക്ക് സപ്പോർട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഇനി അവർ ഇങ്ങനത്തെ പരിപാടികളൊക്കെ കാണിക്കും. അവരെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടതും മിത്ര പറഞ്ഞു, അത് ശരിയാ. അലോകിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം. ഇത്രയ്ക്കൊരു വൃത്തിയായിട്ടവനെ ഞാൻ കണ്ടിട്ടില്ല. കാരണം എത്രയൊക്കെ കിട്ടിയാലും അവന് പഠിക്കില്ല. ഭാഗ്യം കൊണ്ട് അമ്മയ്ക്കൊരു പ്രശ്നം ഉണ്ടായില്ലോ. എനിക്കും ശ്രീദേവിയേച്ചിക്ക് ഇവിടെ നല്ല ടെൻഷനായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഈ സമയത്ത് ബാലന്റെ മനസ്സിൽ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം സ്വാമി പോയിട്ട് പറഞ്ഞ കാര്യം, എന്തോ വലിയൊരു ദുരന്തം സംഭവിക്കാൻ പോകുന്നു ഈ കുടുംബത്തില്. അതെന്താ ഏതാ എങ്ങനെയൊന്നും അറിയത്തില്ല. പിന്നീട് ബാലൻ പറഞ്ഞു, തൽക്കാലത്തേക്ക് നമ്മളായിട്ടൊരു പ്രശ്നത്തിനും പോകണ്ട. ബാലന് ടെൻഷനാ. ഇതങ്ങനെ അങ്ങോട്ട് പോട്ടേന്ന് പറഞ്ഞു. അവനിട്ട് കൊടുക്കാനുള്ളത് കൊടുത്തല്ലോ എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ആകാശ് പറഞ്ഞു, അല്ല, എനിക്ക് നല്ലൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു. എന്ത്? നമ്മള് അഗ്നിപൂജ നടത്താൻ പോകുന്ന കാര്യം നമുക്ക് കുടുംബത്തിലുള്ളവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ എങ്ങനെ കൃഷ്ണമംഗലത്തുള്ളവർ അറിഞ്ഞു? അലോക് എങ്ങനെ ഇതൊക്കെ അറിഞ്ഞിട്ട് ദേവിമല ക്ഷേത്രത്തിലേക്ക് വന്നു? നമ്മൾ അവിടെ പോയ പൂജ നടത്തുന്നുള്ള കാര്യങ്ങളൊക്കെ അത് ശരിയാണല്ലോ എന്ന് ആരിനും ആനന്ദൊക്കെ പറയണം. നമ്മെ കുടുംബത്തിലുള്ളവർക്ക് മാത്രം അറിയാവുന്ന കാര്യം അത് പുറത്തെങ്ങനെ ലീക്കായി? അതിനർത്ഥം നമ്മുടെ കുടുംബത്തിലുള്ള കാര്യങ്ങൾ അവിടെ എങ്ങനെയോ അറിയുന്നുണ്ടെന്നല്ലേ? ഏതോ ഒരു ചാരനോ ആരോ ഇവിടെ ഉണ്ടെന്നല്ലേ അതിനർത്ഥം എന്ന് ചോദിച്ചു. അത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു, അത് 100% ശരിയാ. അപ്പോഴേക്കും സുകന്യയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി വിളറി വെളുത്തിരിക്കുകയാണ് സുകന്യ. ധർമ്മന് സംശയമായി സുകന്യയെ. കാരണം
അങ്ങനെ കൃഷ്ണമംഗലത്തുള്ളവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവള് മുഖേനയായിരിക്കും. ഇവളാണ് അവരുമായിട്ട് കൂട്ടുകെട്ടും കാര്യങ്ങളും. അപ്പൊ ഇതിന്റെ പിന്നിൽ അവളാണോ എന്നൊരു ചിന്ത ധർമ്മനും ഉണ്ടാകുന്നുണ്ട്. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, ഇനിയിപ്പൊ കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഗോമതി അങ്ങനെ തന്നെ പറഞ്ഞു. ബാലന്റെ ഗോമതിയുടെ മനസ്സിൽ ചെറിയ സംശയമുണ്ട് സുകന്യയെക്കുറിച്ച്. പിന്നീട് സുകന്യയെ വിളിച്ചുകൊണ്ട് ധർമ്മം മുറിയിലേക്ക് പോയി. മുറിയിലേക്ക് എന്നിട്ട് ചോദിച്ചു, സത്യം പറ, നീയാണോ അഗ്നിപൂജയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കൃഷ്ണമംഗലത്ത് പോയി പറഞ്ഞെന്ന് ചോദിച്ചു. ഞാനോ? ഞാൻ പറഞ്ഞെന്ന് ആരാ ധർമ്മേട്ടനോട് പറഞ്ഞേ? എടി, ആ കുടുംബമായിട്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ആർക്കാ? നിനക്കല്ലേ. ഞാൻ പോലും അങ്ങോട്ടേക്ക് പോവാറില്ല. നീ ആയിരിക്കും ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. രാജശ്രീ ചേച്ചിയോട് നീ ചെന്ന് പറഞ്ഞു കാണും. അത് അലോക് അറിഞ്ഞു. സത്യമല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്ക് സുകന്യ പറഞ്ഞു, ഞാൻ ആ പറഞ്ഞെന്ന് കൃഷ്ണമംഗലത്ത് ആരെങ്കിലും പറഞ്ഞോ? എങ്കിൽ തെളിയിക്ക്, എന്നിട്ട് മതി ബാക്കിയെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം നല്ല ദേഷ്യം വന്നു ധർമ്മന്. ധർമ്മം പറഞ്ഞു, സുകന്യെ, നീ ഇതിന്റെ ഇടയ്ക്ക് കിടന്ന് കളിക്കരുത്. അറിയാലോ, ഗോമതി ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയായിരുന്നെങ്കിൽ ഇതിന്റെ പിന്നിൽ കളിച്ച ആരാണെങ്കിലും അവരൊന്നും വെറുതെ വിടത്തില്ലായിരുന്നു. ഇപ്പൊ കണ്ട ഈ ബാലേട്ടന്റെ മുഖമൊന്നും ആയിരിക്കില്ല നീ അപ്പൊ കാണുന്നത്. നിനക്ക് ശരിക്കും ഈ കുടുംബത്തെക്കുറിച്ച് അറിയത്തില്ലാത്തോണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടെങ്കിൽ നിന്റെ കളി നീ ഇപ്പോഴേ നിർത്തിക്കോ. ആ സമയം സുകന്യ പറഞ്ഞു, ഓഹോ, ഞാൻ ആ കാര്യം ചെന്ന് കൃഷ്ണമംഗലത്ത് പറഞ്ഞ് നീ കുടുംബത്തിൽ ആരെങ്കിലും പറഞ്ഞോ? എന്നാ അതൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം, ഇപ്പൊ തന്നെ ചോദിച്ചിട്ടുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് സുകന്യ ചാടി എഴുന്നേറ്റു. അപ്പോഴേക്കും ധർമ്മം പോയി കഥ അങ്ങ് അടച്ചിട്ട് വന്നു. നീ എന്താ സുകന്യ പറയണേ? വെറുതെ ഈ കുടുംബത്ത് കിടന്ന് അലമുണ്ടാക്കാൻ ശ്രമിച്ചാണ്ടല്ലോ. നീ കൃഷ്ണമംഗലത്ത് അത് പോയി പറഞ്ഞിട്ടുണ്ട്, ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു. പിന്നെ ധർമ്മേണ്ട് എന്ത് പറഞ്ഞാലും ഉണ്ട് ദേവമംഗലംകാരൻ ന്യായീകരിച്ചൊരു സംസാരം. അല്ലെങ്കിൽ ഭാര്യയായി എനിക്കൊരു വിലയും തരുന്നില്ലല്ലോ. മറ്റുള്ളവർ പറയുന്നല്ലേ വേദവാക്യം. അതേടി, നിന്നെക്കാളും പ്രധാനം എനിക്ക് ആരാന്നറിയാവോ? എന്റെ ചേച്ചി തന്നെയാ. നിന്നെ കാണുന്നതിന് മുമ്പ് എന്റെ ചേച്ചിയെ കണ്ടതാ. എന്റെ ചേച്ചിക്ക് ഒരു പോറല് സംഭവിച്ചിട്ടുണ്ടെങ്കിലേ ഞാനാ സഹിക്കില്ലാത്തോളെ, അറിയാലോ. പിന്നെ ഞാൻ ഇവിടെ നിന്നെ വെച്ചു വാഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് ധർമ്മൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. സുകന്യ അത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാ തവണയും സുകന്യയുടെ ഒരു നാടകമുണ്ട്, ഞാൻ വീട് വിട്ട് ഇറങ്ങിപ്പോ, ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ ആ നാടകം കളിക്കാനുള്ള സമയം കൊടുത്തില്ല. അതിനു മുമ്പ് ധർമ്മൻ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവുക ചെയ്തത്. അതേ സമയത്ത് കൃഷ്ണമംഗലത്ത് അനന്തൻ അലോകിനെ ചോദ്യം ചെയ്യടാ, എടാ നീ എന്തു പരിപാടിയാടാ കാണിച്ചേ? ഗോമതിയെ കൊല്ലാൻ നോക്കിയത്, അവരെങ്ങാനും വല്ല കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, നീ ഇപ്പൊ അകത്ത് കിടന്നേനെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും നന്ദിത പറഞ്ഞു, എന്നാലും എന്റെ അലോകെ, നിനക്ക് എങ്ങനെ ചെയ്യാൻ തോന്നി ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചു. ആ സമയത്ത് ഇന്ദിരാമ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇങ്ങനെ എന്തേലും ചെയ്തിട്ടുണ്ടോ ഗോമതി വെറുതെ ഇരിക്കില്ല. പിന്നെ നിങ്ങൾക്കൊക്കെ ഈ വീട് വിട്ട് ഇറങ്ങേണ്ടതായിട്ട് വരും. ഗോമതിയുടെ പേരിലായി ഈ വീട് സ്ഥലം എന്നുള്ള കാര്യം അറിയാലോ. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. നീയൊക്കെ കളിച്ച് കളിച്ച് നീയൊക്കെ കൂടുതൽ കിടന്ന് കളിക്കുമല്ലേന്ന് ചോദിച്ചു. ആ സമയത്താണ് സുകന്യ അങ്ങോട്ടേക്ക് വരുന്നത്. സുകന്യ കേട്ട് ഈ പറയുന്നതൊക്കെ, ഗോമതി ചേച്ചിയുടെ പേരിലോ വീട് സ്ഥലമൊക്കെ, അത് കൃഷ്ണമംഗലം. ഇന്ദിരാമ പറഞ്ഞു, അറിയാലോ. അവൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നിനെ നിന്നെയൊക്കെ ഇവിടെ വെച്ചു ഓർപ്പിക്കില്ല. അവളുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയത്തില്ലാത്തോണ്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ഇന്ദിരാമ അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും അനന്തൻ പറഞ്ഞു, എന്തിനാണ് അലോകെ ഈ പരിപാടിക്ക് പോയത്? ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ നിനക്ക് എന്നൊക്കെ അനന്തരം പറഞ്ഞിട്ട് അനന്തരം ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി പോവാണ്. പക്ഷെ ഇത് കേട്ട സുകന്യക്കായിരുന്നു ഞെട്ടല്. ഗോമതിയുടെ പേരിൽ വീട് സ്ഥലമാന്നുള്ള കാര്യം സുകന്യ അങ്ങനെ തിരിച്ചറിയുമായിരുന്നു. ഇത്രയും കാലം ദേവമംഗലത്ത് ഗോമതിക്ക് മാത്രമേ കാര്യങ്ങളൊക്കെ അറിയണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ സുകന്യ ആ സത്യങ്ങൾ തിരിച്ചറിയുക. ആഹാ, അങ്ങനെയാണോ? അങ്ങനെയാണ് ഇത് വെച്ചിട്ട് കളി കളിക്കണമല്ലോ എന്നൊരു ചിന്തയൊക്കെ സുകന്യയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.